അവരെ നശിപ്പിച്ചു കളയുവാനും ഈ ദൈവങ്ങൾക്ക് സാധിക്കേണ്ടിയിരുന്നില്ലേ എന്ന് വിചാരങ്ങൾ വിട്ടുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സുഹൃത്തുക്കൾ ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സ്വന്തമായുള്ളൊരു അപകടത്തെ, സാധാരണ മനുഷ്യന്മാർ പലപ്പോഴും തടുത്തു നിർത്താറുള്ള ഒരു അപകടത്തെ, അത് ദൈവങ്ങൾക്ക് തടുത്തു നിർത്താൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിലൊരു കള്ളൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് കൂക്കിയാർക്കുവാനും ശബ്ദമുണ്ടാക്കാനും സാധിക്കും. പലപ്പോഴും കള്ളനെ ആട്ടിയൊടിക്കാനും നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ നാം ആരാധിക്കുന്ന ദൈവങ്ങൾ, ആ ദൈവങ്ങൾക്ക് കള്ളനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുവാനോ, കള്ളൻ വന്നു കഴിഞ്ഞപ്പോൾ ഇതാ വന്നിരിക്കുന്നു എന്നുള്ള വാർത്ത ഭക്തജനങ്ങളെയും ക്ഷേത്രപ്പാറാവുകാരെയും അറിയിക്കുവാനോ സാധിക്കുന്നില്ല. മാത്രമല്ല, അവയെ തട്ടിയെടുത്തുകൊണ്ട് പോയപ്പോൾ പ്രതിരോധിക്കാനും സാധിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ, ഭക്തനായ സഹോദരനേക്കാൾ അശക്തനാകുന്നു ഈ ആരാധിക്കപ്പെടുന്ന ദൈവമെന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എങ്കിൽ പിന്നെ എങ്ങനെയാകുന്നു നമ്മുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഈ ദൈവങ്ങളുടെ മുമ്പിൽ പറഞ്ഞാൽ അവ പരിഹരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ ശത്രു വരുമ്പോൾ ഈ ദൈവത്തെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഈ ദൈവത്തിന് എങ്ങനെയാണ് സഹായിക്കാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് രോഗങ്ങൾ വരുമ്പോൾ, നിങ്ങൾക്ക് നാശങ്ങൾ വരുമ്പോൾ, നിങ്ങളൊരു അപകടത്തിൽ പെടുമ്പോൾ സ്വയം അപകടത്തിൽ തന്നെ നിന്നുപോലും രക്ഷിക്കാൻ സാധിക്കാത്ത ഈ കല്ലുകളെ പോലെയുള്ള ദൈവങ്ങൾക്ക്, ഈ വിഗ്രഹങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുക എന്ന വസ്തുത ഓരോരുത്തരും ശരിയായി പരിശോധിക്കേണ്ടതാണ്. ജന്തുക്കളെ ആരാധിക്കുന്നവരുടെ സ്ഥിതിയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. പശുവിനെ ആരാധിക്കുന്നവരുടെ കാര്യം ചിന്തിച്ചു നോക്കൂ. നമ്മൾ കേരളത്തിൽ ആ പശുവിനെ വളർത്തുന്നു. ചില ആളുകൾ അതിനെ അറുത്തു തിന്നുന്നില്ലെങ്കിലും മറ്റു പേർ അതിനെ അറുത്തു തിന്നുന്നു. ഈ പശു ഒരു ദൈവമായിരുന്നുവെങ്കിൽ ദൈവത്തെ ഈ രൂപത്തിൽ അറുത്തു തിന്നുവാൻ മറ്റുള്ളവർക്ക് സാധിക്കുമായിരുന്നുവോ? അഥവാ സ്വന്തം മരണത്തെപ്പോലും തടുത്തു നിൽക്കാൻ സാധിക്കാത്ത പശുവാകുന്ന ദൈവത്തെ നമ്മളെങ്ങനെയാണ് അപകട സമയത്ത് വിളിച്ചുകൊണ്ട് ബാധിക്കുന്നത്? നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് അതിനെ പൂജിക്കുന്നത്? ഇതുപോലെ തന്നെയാണ് ഗരുഡനായിരുന്നാലും സർപ്പമായിരുന്നാലും എല്ലാം നമുക്ക് കാണാം. സർപ്പത്തെ ചിലർ അടിച്ചുകൊള്ളുന്നു, മറ്റുള്ളവർ അതിനെ പൂജിക്കുന്നു. സ്വന്തം മരണത്തെപ്പോലും മതത്തെപ്പോലും തടുത്തു നിർത്താൻ ഈ സർപ്പത്തിനാവുന്നില്ലെങ്കിൽ എങ്ങനെയാണ് പിന്നീട് നമ്മുടെ കഷ്ടപ്പാടുകളെയും ബുദ്ധിമുട്ടുകളെയും ദൂരീകരിക്കാൻ ഈ സർപ്പത്തിനാവുക എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. മാത്രമല്ല, 33 ദൈവങ്ങളിൽ ബഹുഭൂരിഭാഗവും ജന്തുക്കളും കല്ലുകളും സൃഷ്ടികളുമാണെങ്കിലും ചുരുക്കം ആളുകളെങ്കിലും ദൈവികമായ കഴിവോട് കൂടിയവരില്ലേ എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഉദാഹരണമായിക്കൊണ്ട് ദൈവത്തിന്റെ ഭാഗമായി എണ്ണാറുള്ള ത്രിമൂർത്തികൾ, അതുപോലെ തന്നെ ദേവന്മാർ, ഇവരൊക്കെ തന്നെ നമ്മുടെ പ്രാർത്ഥന കേൾക്കാനും നമ്മെ സഹായിക്കാനും കഴിവുള്ളവരാണ്. പശുക്കളെപ്പോലെ കഴിവില്ലാത്തവരല്ല. സർപ്പത്തെപ്പോലെ മനുഷ്യന് കൊന്നുകളയാൻ കഴിയുന്നവരല്ല. ബിംബങ്ങളെയും കല്ലുകളെയും പോലെ കേൾക്കാൻ കഴിവില്ലാത്തവയും കാണാൻ കഴിവില്ലാത്തവയും സ്വന്തം അപകടങ്ങളെ അടുത്തു നിർത്താൻ സാധിക്കാത്തവയും അല്ല എന്ന് വിശ്വസിച്ചേക്കാം. എങ്കിൽ ഒരേ തുല്യശക്തിയുള്ള, അതല്ലെങ്കിൽ പ്രപഞ്ച നിയന്ത്രണത്തിലും മനുഷ്യനെ നിയന്ത്രിക്കുന്നതിലും കഴിവുള്ള ഒന്നിലേറെ ദൈവങ്ങൾ ഉണ്ടായിക്കൂടെ? അവയെ നമ്മൾ ആരാധിക്കുന്നത് ശരിയല്ലേ? അപ്പോൾ എന്തിനാണ് ഇസ്ലാം കേവലം ഏകദൈവ വിശ്വാസം മാത്രം വിളിച്ചു പറയുന്നത് എന്ന് സംശയം ഉന്നയിച്ചേക്കാം. ഇത്തരമൊരു സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനമാകുന്നു. ഇതിന്റെ ചെറിയൊരണു മുതൽ ഇതില് ഏറ്റവും വലിയ ഗോളങ്ങളും അതുപോലെ തന്നെ ഗാലക്സികളും അവയെല്ലാം തന്നെ
കൃത്യമായ ഒരു നിയന്ത്രണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീങ്ങുന്നത്. മനുഷ്യൻ ഒരു സമയം കഴിക്കുന്ന ഭക്ഷണം അതൊന്നെടുത്ത് പരിശോധിച്ച് നോക്കൂ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഈ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഈ ഭക്ഷണം ഉണ്ടാകണമെങ്കിൽ ഒന്നാമതായിക്കൊണ്ട് ഭൂമി ഉണ്ടായിരിക്കണം, അതിൽ ഫലപുഷ്ടിയുള്ള മണ്ണുണ്ടായിരിക്കണം, വിത്തുമുണ്ടായിരിക്കണം. ഈ വിത്ത് ഒരാൾ ഭൂമിയിൽ ഇട്ടുകയും ഫലപുഷ്ടിയുള്ള മണ്ണുമായതുകൊണ്ട് മാത്രം അത് മുളച്ചു വരില്ല. കാർമേഘത്തിൽ നിന്ന് മഴ വർഷിക്കണം. മഴ വർഷിക്കണമെങ്കിൽ നീരാവിയുള്ള വായു ഉണ്ടായിരിക്കണം. നീരാവിയും കാർമേഘവും ഉണ്ടായിത്തീരണമെങ്കിൽ സമുദ്രജലം ആവശ്യമാണ്. സമുദ്രജലം ചൂടുപിടിച്ച് നീരാവിയായി തീരണമെങ്കിൽ സൂര്യനുണ്ടായിരിക്കണം. അപ്പോൾ സൂര്യന്റെ ചൂട് തട്ടി സമുദ്രത്തിലെ ജലം നീരാവിയായി, അത് പിന്നീട് കാർമേഘമായി, അതിലൂടെ തണുത്ത കാറ്റടിച്ച് മഴ വർഷിക്കുന്നു. ഇങ്ങനെ മഴ വർഷിച്ചു കഴിഞ്ഞാൽ സസ്യം വളർന്നു വരികയായി. അത് മുളച്ചു വരുമ്പോൾ പിന്നെയും അതിന് വായു വേണം. ഭൂമിയിൽ നിന്ന് അത് വലിച്ചെടുക്കുന്ന ഫലഭൂയിഷ്ടമുള്ള മണ്ണിലെ വളങ്ങളും അതുപോലെ തന്നെ അത് വലിച്ചെടുക്കുന്ന വായുവും ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ പിന്നെയും സൂര്യന്റെ പ്രകാശം അനിവാര്യമാകും. അങ്ങനെ അത് ചെടിയായി, അവസാനം അതിൽ ധാന്യങ്ങളുണ്ടായി, അത് നെല്ലായി, അരിയായി നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുകയാണ്. അങ്ങനെ നാം അതിൽ നിന്ന് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം ചോറ് പാകം ചെയ്തു എന്ന് സങ്കല്പിക്കൂ. പിന്നീട് നമ്മൾ അത് ഭക്ഷിക്കണമെങ്കിൽ, ഭക്ഷിച്ചിട്ട് അത് ദഹിക്കണമെങ്കിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ വേണം? ഭക്ഷിക്കണമെങ്കിൽ തന്നെ നമുക്ക് ശ്വസിക്കാനുള്ള വായു വേണം. ആ വായുവിലുള്ള ഓക്സിജൻ വലിച്ചെടുത്ത് കാർബൺ ഡൈഓക്സൈഡ് പുറത്തേക്ക് വിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് ഊർജത്തെ ഉണ്ടാക്കി എന്നിട്ട് വേണം ഭക്ഷണം ദഹിപ്പിക്കുവാൻ. ആ ദഹിക്കുന്ന ഭക്ഷണമാകട്ടെ, അത് ദഹിക്കണമെങ്കിൽ നമ്മുടെ ആന്തരാവയവങ്ങളുടെ ശക്തിയായ പ്രവർത്തനങ്ങൾ വേണം. എന്നിട്ട് ആ ഭക്ഷണം കൊണ്ട് നമുക്ക് പ്രയോജനം ലഭിക്കണമെങ്കിൽ അത് നമ്മുടെ രക്തക്കുഴലുകളിലൂടെ വലിച്ചെടുക്കപ്പെടണം. അങ്ങനെ നമ്മുടെ ഓരോ സെല്ലുകളിലും അത് എത്തിച്ചേരണം. അവിടെ നിന്ന് ബാക്കി വരുന്ന മാലിന്യങ്ങളെ പിന്നീട് രക്തക്കുഴലുകളിലൂടെ പുറത്തേക്ക് നീക്കുകയും എന്നിട്ട് അത് വിസർജിക്കപ്പെടുകയും ചെയ്യണം. ഇതാകുന്നു നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുന്നതിന്റെ, ഒരു വെച്ച് കഴിക്കുന്നതിന്റെ പിന്നിലുള്ള നിയന്ത്രണം. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു ദൈവവും, വായുവിനെ സൃഷ്ടിച്ചത് വേറൊരു ദൈവവും, വെള്ളത്തെ സൃഷ്ടിക്കുന്നത് വേറൊരു ദൈവവും, സൂര്യനെ സൃഷ്ടിച്ചത് മറ്റൊരു ദൈവവുമായിരുന്നുവെങ്കിൽ ഈ പ്രവർത്തനം സുഗമമായി നീങ്ങുമായിരുന്നില്ല. മറിച്ച് എല്ലാം തന്നെ ഒരാളുടെ ബുദ്ധിപൂർവമായ നീക്കമായതുകൊണ്ട് ഇത് ഭംഗിയായിക്കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതല്ലെങ്കിൽ മുന്നണി ഭരണങ്ങളുള്ള സ്ഥലങ്ങളിലെ പോലെ ദീർഘമായ കാലഘട്ടം വരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കും. കാരണം ഓരോ ദൈവവും സ്വന്തമായി ചിന്തിക്കുവാനും സ്വന്തമായി അധികാരമുള്ളവരുമാണല്ലോ. അപ്പോൾ സ്വന്തമായി ആധിപത്യം ഉറപ്പിക്കാനുള്ള പ്രവണത സ്വാഭാവികമായി കൊണ്ടുമുണ്ടാകും. അപ്പോൾ ഒരു ഉദാഹരണമായിക്കൊണ്ട് സൂര്യനെ കീഴ്പ്പെടുത്തിയ ദൈവം പറയുകയാണ്, ഈ സൂര്യൻ എന്റേതാകുന്നു, അതിന്റെ പ്രകാശം ഞാൻ നിങ്ങൾക്ക് ഭൂമിയിലേക്ക് വിട്ടുതരില്ല എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഭൂമിയിൽ പിന്നീട് മഴ പെയ്യില്ല, ഭൂമിയിൽ പിന്നീട് സസ്യങ്ങൾ ഉണ്ടാവില്ല, ഭൂമിയിൽ പിന്നീട് മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല, ഒരിറ്റ് ഭക്ഷണം വെള്ളം പോലും കുടിക്കില്ല, അതുപോലെ തന്നെ ഒരു വച്ചു പോലും ഭക്ഷിക്കാൻ മനുഷ്യന് സാധിക്കുന്നില്ല. ഈ സൂര്യനെ നിയന്ത്രിക്കുന്ന ദൈവം
വെള്ളം നൽകാൻ ഏർപ്പാട് ചെയ്തുവെങ്കിൽ വായുവിന്റെ ദൈവം പറയുകയാണ് വായു വിട്ടുവരികയില്ല എന്ന് പറഞ്ഞാലും സസ്യങ്ങൾക്കോ മനുഷ്യനോ ജന്തുജാലങ്ങൾക്കോ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. ഇനി അതല്ല, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം പറയുകയാണ് നിങ്ങളുടെ ആരുടെയും മോശാരം എനിക്ക് വേണ്ട, അതുകൊണ്ട് എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാലും നമുക്ക് ഭക്ഷണം ലഭിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. ശരിക്ക് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഒരു നിസ്സാരമായ ചലനം പോലും കുഴപ്പത്തിലാവുകയും അങ്ങനെ മനുഷ്യൻ നശിക്കും, ഗോളങ്ങൾ നശിക്കും, എല്ലാം തന്നെ നശിച്ചു പോകുമായിരുന്നു ഈ പ്രപഞ്ചത്തിന് അതീശാധികാരികളായ ഒന്നിലേറെ ദൈവങ്ങളുണ്ടായിരുന്നുവെങ്കിൽ. അതുകൊണ്ടത്ര പരിശുദ്ധ ഖുർആൻ ഈ കാര്യം വ്യക്തമാക്കിയത്. ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ ഫസുബ്ഹാനല്ലാഹി റബ്ബുൽ അർശി അമ്മാ യസിഫൂൻ. ആകാശഭൂമികളിൽ സാക്ഷാൽ ദൈവമായ അല്ലാഹു ഒഴികെ മറ്റേതെങ്കിലും ദൈവങ്ങളുണ്ടായിരുന്നുവെങ്കിൽ അവരെന്തും നശിച്ചു പോകുമായിരുന്നു. അതിനാൽ ജനങ്ങൾ ദൈവത്തിൽ പങ്കുചേർത്തുകൊണ്ട് ദൈവത്തെ വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് മഹത്തായ അധികാരമുള്ള സിംഹാസനത്തിന്റെ നാഥനായ രക്ഷിതാവ് മഹാപരിശുദ്ധനാകുന്നു എന്ന്. ഇനി മറ്റൊരു ചോദ്യം ഉയർന്നേക്കാം. പല ദൈവങ്ങളും ഇവിടെ സന്താനങ്ങളില്ലേ? അതുപോലെ മനുഷ്യനും സന്താനങ്ങൾ ഉണ്ടാകുന്നില്ലേ? അതുപോലെ ദൈവങ്ങൾക്കും സന്താനങ്ങൾ ഉണ്ടാകുകയും അങ്ങനെ ദൈവങ്ങളുടെ ഒരു കുടുംബം തന്നെ ഉണ്ടാകുന്നതിന് എന്താണ് തടസ്സം? അവർക്കെല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് നീങ്ങിക്കൂടെ എന്ന്. മാത്രമല്ല, ആരാധിക്കപ്പെടുന്ന പല വസ്തുക്കളെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കിത് കാണാം. ശ്രീരാമൻ ദശരഥന്റെ മകനായിരുന്നു. അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും അമ്പാടിയിൽ തന്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. അവരെല്ലാം ജനിച്ചവരാകുന്നു. ഈ ദൈവങ്ങളുടെ മക്കളും ഒരുപക്ഷെ മക്കളായി തീരാനിടയുണ്ട്, ഉണ്ടായിക്കൂടെ എന്ന് ഒരു സുഹൃത്ത് ചോദിച്ചേക്കാം. ഇതിനെക്കുറിച്ച് ഇസ്ലാമിന്റെ വീക്ഷണം എന്ത് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇസ്ലാം ദൈവത്തിന്റെ സന്താനത്തെ അനുവദിക്കുന്നില്ല. കാരണം മേൽ സൂചിപ്പിച്ചത് തന്നെ ദൈവത്തിന്റെ സന്താനവും പിതാവും ഉണ്ടാവുകയും അങ്ങനെ പ്രപഞ്ചത്തിന്റെ അധികാരം ഒരു കുടുംബത്തിന്റെ വശമായി തീരുകയും ചെയ്യുമ്പോൾ കാലഘട്ടം മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഓഹരിയുടെ പ്രശ്നം ഉത്ഭവിക്കും. ഒരു ദൈവം ഇന്ന ഓഹരി എനിക്ക് വേണം, ഇന്ന ഓഹരി എനിക്ക് വേണമെന്നപ്പോൾ മറ്റൊരു ദൈവവും പറയും. അങ്ങനെ പല ദൈവങ്ങൾ ഈ പ്രപഞ്ചത്തെ വീതിച്ചെടുക്കുകയും അവർ തമ്മിൽ സാധാരണ പലപ്പോഴും തന്നെ മാതാപിതാക്കളുടെ സ്വത്തുക്കൾ ഓഹരി വെക്കുമ്പോൾ മക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാറുള്ളതുപോലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനിടയുണ്ട്. ഒരു പ്രാവശ്യമുണ്ടായില്ലെങ്കിലും മറ്റൊരു പ്രാവശ്യമുണ്ടായിത്തീരും. ഇത്തരം സാഹചര്യത്തിൽ കൈവശപ്പെടുത്തിയ സ്വത്ത് ഓരോ മകനും സ്വന്തം ഇഷ്ടം പോലെ വിനിയോഗിക്കും. അങ്ങനെ ദൈവത്തിന്റെ മക്കൾ പല രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ സൂര്യൻ ഒരു മകൻ കൈവശപ്പെടുത്തി, ചന്ദ്രനെ മറ്റൊരു ദൈവം കൈവശപ്പെടുത്തി, അതുപോലെ തന്നെ വേറൊരു മകന്റെ അധീശതയിലായി വായു, അപ്രകാരം തന്നെ മറ്റൊരു മകന്റെ അധീശതയിലായി മനുഷ്യരും ജന്തുക്കളും, വേറൊരു പുത്രന്റെ ഓഹരിയായി മാറി ഭൂമി. എങ്കിൽ എങ്ങനെയാകുന്നു മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ സാധിക്കുക? എന്റെ ഭൂമിയിൽ നിന്റെ മനുഷ്യൻ ജീവിക്കേണ്ട, നിന്റെ മനുഷ്യൻ എന്റെ വായു നൽകില്ല, നിന്റെ ജന്തുവിന് എന്റെ വെളിച്ചം നൽകില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഭിന്നിപ്പുകൾ ഉണ്ടാവുകയും ഒരുപക്ഷെ അവർ തമ്മിൽ സംഘടനകൾ ഉണ്ടാകുവാൻ പോലും ഇടയുണ്ട്. അതിനാൽ തന്നെ പ്രപഞ്ചത്തിന് ഒന്നിലേറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം ഈ കോടാനാടി കൊല്ലങ്ങളായിക്കൊണ്ട് ഈ രൂപത്തിൽ വ്യവസ്ഥാപിതമായി നിലനിൽക്കുക എന്നുള്ളത് അസംഭവ്യമാണ്. അതത്ര പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത്. വത്തഹറല്ലാഹുവിൻ വലദിൻ, അള്ളാഹു അഥവാ സാക്ഷാൽ ദൈവം സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല. വമാകാന മഅഹു മിൻ ഇലാഹിൻ, അവനോടുകൂടെ കൂട്ടുകാരനായിക്കൊണ്ട് മറ്റൊരു ദൈവവുമില്ല. അങ്ങനെ എങ്ങാനും ഉണ്ടാവുകയാണെങ്കിൽ ഇദല്ല ദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ് വലഅലാ ബഅദുഹും അലാ ബഅദിൻ ഫസുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. അങ്ങനെ ഉണ്ടായിത്തീരുകയാണെങ്കിൽ ദൈവങ്ങൾ പരസ്പരം മത്സരിക്കാൻ ഇടവരികയും ചിലർ ചിലരെ പരാജയപ്പെടുത്തുകയും ചെയ്യും. അത്തരം വാദങ്ങളിൽ നിന്ന്, അതിനുള്ള സാധ്യതകളിൽ നിന്ന് ഈ പ്രപഞ്ചം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അഥവാ ദൈവം പരിശുദ്ധനാകുന്നു, അവന് കൂട്ടുകാരോ പങ്കുകാരോ ഇല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ഇനി
പ്രശ്നത്തിന്റെ മറ്റൊരു വശത്തിലേക്ക് കൂടി നമുക്ക് കിടക്കാം. ദൈവങ്ങൾ വ്യത്യസ്തമാണെന്ന് സങ്കല്പിക്കൂ. അങ്ങനെ ദൈവങ്ങൾ വ്യത്യസ്തങ്ങളായി തീരുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും മനുഷ്യന്റെ ആരാധനയും വ്യത്യസ്തമായിരിക്കും. ഞാനൊരു ദൈവത്തെ ആരാധിക്കുന്നു, മറ്റൊരാൾ മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നു. ഒരാൾ വിശ്വസിക്കുന്നു എന്റെ ദൈവം ഏറ്റവും ഉന്നതനാണ് എന്ന്, മറ്റൊരുത്തൻ വിചാരിച്ചേക്കും എന്റെ ദൈവമാണ് ഉന്നതൻ, എന്റെ ദൈവം നീചനാകുന്നു അല്ലെങ്കിൽ താഴ്ന്നവനാകുന്നു എന്ന് വിശ്വസിക്കാൻ ഇടവന്നേക്കും. യഥാർത്ഥത്തിൽ ഈ അഭിപ്രായ വ്യത്യാസം മനുഷ്യനെ പല തട്ടുകളായി തിരിക്കാൻ അവസാനം എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ ഹൈന്ദവ സഹോദരങ്ങളുടെ സാമൂഹ്യ രംഗത്തുള്ള ചാതുർവർണ്ണയം യഥാർത്ഥത്തിൽ ബഹുദൈവ വിശ്വാസത്തിന്റെ ഒരു പരിണിതഫലം കൂടിയാണ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ഇന്ത്യയിലെ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നതനുസരിച്ചുകൊണ്ട് അടിസ്ഥാനപരമായിക്കൊണ്ട് 4 വർഗങ്ങളായിക്കൊണ്ട് മനുഷ്യനെ തരംതിരിച്ചിരിക്കുകയാണ്. അതിൽ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നു. അവരുടെ വിശ്വാസമനുസരിച്ചുകൊണ്ട് സൃഷ്ടാവായ ബ്രഹ്മാവ് അല്ലെങ്കിൽ ദൈവം തന്നെ അവരിൽ ഒരു വിഭാഗത്തെ മുഖത്തിൽ നിന്നും മറ്റൊരു വിഭാഗത്തെ കൈകൊണ്ടും വേറെ വിഭാഗത്തെ വയറുകൊണ്ടും വേറെ വിഭാഗത്തെ കാൽപാദം കൊണ്ടും സൃഷ്ടിച്ചിരിക്കുകയാണ്. മുഖം കൊണ്ട് സൃഷ്ടിച്ചവൻ അന്തസ്സിന്റെ പ്രതീകമായ ബ്രാഹ്മണനും അതുപോലെ തന്നെ കൈകൊണ്ട് സൃഷ്ടിച്ചവൻ ശക്തിയുടെ പ്രതീകമായ ക്ഷത്രിയനുമാണെങ്കിൽ വൈശ്യൻ കൃഷിക്കാരനായിക്കൊണ്ടെണ്ണപ്പെടുന്നു. ശൂദ്രനാകത്തെ സമൂഹത്തിലെ ഏറ്റവും ആട്ടിയോടിക്കപ്പെട്ട വ്യക്തിയായിക്കൊണ്ടാണ് എണ്ണപ്പെടുന്നത്. ഈ രൂപത്തിൽ അടിസ്ഥാനപരമായി 4ആയി വേർതിരിച്ചിരിക്കുകയാണ്. ഇതിന് പുറമെ ഇനി ഓരോ ജാതിയിലും ഈ ഓരോ വർണ്ണത്തിലും അവയിൽ തന്നെ മേൽക്കരയിലുള്ള ആളുകളും താഴ്ന്നകരയിലുള്ള ആളുകളുമുണ്ട്. ബ്രാഹ്മണന്മാരിൽ തന്നെ ചിലർ ഉയർന്ന ബ്രാഹ്മണന്മാരും ചിലർ താഴ്ന്ന ബ്രാഹ്മണന്മാരുമാണ്. ക്ഷത്രിയരും അതുപോലെ വ്യത്യസ്തരാണ്. അപ്രകാരം വൈശ്യരും വ്യത്യസ്തർ തന്നെ. ശൂദ്രരാകട്ടെ അവരെ അനേകായിരം ജാതികളായിക്കൊണ്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ വിവേചന വിഷയമായ മണ്ഡൽ കമ്മീഷനെ കുറിച്ച് നമ്മൾ കേട്ടിരിക്കും. മണ്ഡൽ കമ്മീഷൻ നടത്തിയ തെളിവെടുപ്പുകളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിൽ താഴ്ന്ന ജാതികളായ പിന്നോക്ക വർഗങ്ങളായ ആയിരക്കണക്കിന് ജാതികളെ ഇന്ത്യയിൽ കണ്ടെത്തി. ഹിന്ദു സമൂഹത്തിൽ തന്നെ ഈ ജാതികളെ ഓരോന്നിനെയും എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഭാരതത്തിന്റെ ചരിത്രത്തിൽ മനുഷ്യരെ പല തട്ടുകളായി തിരിച്ചതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് എത്രയോ കാണാവുന്നതാണ്. ബ്രാഹ്മണന്മാർ സമൂഹത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരോ ശുദ്രർ വളരെ നിന്ദ്യരുമായിക്കൊണ്ട് എണ്ണപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിനെ അനുസരിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ വിവേചനങ്ങളും ഏർപ്പെടുത്തുകയുണ്ടായി. ബ്രാഹ്മണൻ വെള്ളം കുടിക്കുന്ന കിണറിൽ നിന്ന് ശുദ്രന് വെള്ളം കുടിക്കാവുന്നതല്ല. അതുപോലെ തന്നെ ബ്രാഹ്മണൻ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ ശുദ്രന് യാത്ര ചെയ്യാവുന്നതല്ല. തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ. എന്തിനധികം ബ്രാഹ്മണൻ ദൂരെ നിന്ന് വരികയാണെങ്കിൽ അപ്പോൾ വളരെ വഴിമാറിക്കൊണ്ട്, വളരെ ദൂരത്തേക്ക് വഴിമാറിക്കൊണ്ട് പാവപ്പെട്ട ശുദ്രൻ നടക്കണമെന്ന് മതം തന്നെ നിഷ്കർഷിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ മതത്തിൽ നിന്ന് അകന്നു പോയതിന്റെ ഫലമായിക്കൊണ്ട് ഉത്ഭവിച്ച ഒരനാചാരമായിക്കൊണ്ട് മാത്രം എണ്ണാൻ സാധ്യമല്ല. കാരണം ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായ സ്മൃതികൾ തന്നെ ഈ ഐക്യത്തെ അല്ലെങ്കിൽ ഈ വിവേചനത്തെ, ഈ ചാതുർവർണ്ണയത്തെ അംഗീകരിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. നാരദ സ്മൃതി 9-ാം അധ്യായത്തിൽ ശ്ലോകം 317 നമുക്ക് പരിശോധിച്ചാൽ ഈ കാര്യം വളരെ വ്യക്തമാകും.